ഓം ശാന്തി. ചില മുഹൂർത്തങ്ങൾ, ചില ആളുകളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നമുക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ വിധം ശക്തിശാലിയായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. ഞാൻ നിങ്ങളോട് ഈ പറയാൻ പോകുന്നത് ഒരു കഥയല്ല. ഞാൻ പറയുന്ന പേര് ആ ഒറിജിനൽ പേരല്ല. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന പേര് ധ്രുവൻ എന്നാണ്. പക്ഷേ ആ പേര് ഒറിജിനൽ പേരല്ല, ഞാൻ സത്യമായിട്ട് പറയുകയാണ്. ഈ കഥ ഒറിജിനലായിരിക്കുന്ന സ്റ്റോറിയാണ്. പക്ഷേ ഈ കഥയിലെ പേരുകളെ, സന്ദർഭങ്ങൾ ഞാനൊന്ന് മാറ്റുന്നുവെന്ന് മാത്രം. കാരണം ഒറിജിനലായിട്ടുള്ള സ്റ്റോറി അതുപോലെ നിങ്ങളോട് ഞാൻ പറയുമ്പോൾ സപ്പോസ് ഈ അനുഭവത്തിൽ അനുഭവിച്ച ആൾ അത് കേട്ടുകൊണ്ട് വിഷമിക്കരുതല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ മാറ്റി പറയുന്നുവെന്ന് മാത്രം. എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രചോദനം തന്നതായിരിക്കുന്ന ഒരനുഭവമാണ് അത്. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണെന്ന്. ഇതിൽ പറയുന്നതായിരിക്കുന്ന ധ്രുവൻ, ഇപ്പോഴത്തെ ധ്രുവൻ്റെ ലൈഫ് ലോകത്ത് 99% ആളുകളെക്കാൾ മുന്നിലാണ്. അന്ന് ഇത് ആരംഭിക്കുന്ന സമയത്ത് അവന് 18 വയസ്സാവുന്നേ ഉള്ളൂ. ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പഠിക്കുന്നതായിരിക്കുന്ന സമയം. ആ സമയത്ത് അവനെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് അമ്മ മരിച്ചു പോയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയുടെ റോൾ അഭിനയിക്കുന്ന ആളായിരുന്നു. രാവിലെ പേപ്പർ ഇടാൻ പോവും, ഉച്ചയ്ക്ക് ഓട്ടോറിക്ഷ ഓടിപ്പിക്കാൻ വേണ്ടി പോവും, രാത്രി ഈ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു കമ്പനിയിൽ എല്ലാവർക്കും ഫുഡ് കൊണ്ടെത്തിക്കാൻ പോവും. 3 സ്ഥലത്ത് ജോലി ചെയ്തിട്ടാണ് 2 മക്കളെ പഠിപ്പിക്കാനും കുടുംബത്തെ പരിപാലിക്കാനും അന്നം കണ്ടെത്താനും പഠിപ്പിക്കാനുള്ളതായിരിക്കുന്ന പൈസയൊക്കെ അദ്ദേഹം കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് കുറഞ്ഞ സമയം മാത്രമാണ് മക്കൾക്കൊപ്പം ചെലവഴിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ധ്രുവന് തൻ്റെ അച്ഛനുമായിട്ട് ഒരുപാട് സമയമൊന്നും സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ പലപ്പോഴും അവന് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛൻ്റെ ഒപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ്റെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവനേക്കാൾ വലിയവരുമായിട്ട് അവൻ കൂട്ടുകൂടി. പക്ഷേ പല സംഘത്തിനും പോലെ ആ സംഘത്തിലും വലിയവരെന്ന് അവൻ്റെ കൂടെ കൂടിയവർ, അവൻ്റെ സങ്കടം പങ്കിടാൻ വന്നവർ അവനെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു. പലപ്പോഴും കുറച്ചൊക്കെ മദ്യപാനം, പുകവലി, ഡാൻസ്, ക്ലബ്ബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു സൺഡേ ദിവസം അവനവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തുപോയി കറങ്ങി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അവൻ കാണുന്നത് അനിയത്തി കട്ടിലും ഇരുന്ന് കരയുന്നുണ്ട്. വീടിൻ്റെ അടുത്തൊക്കെ പോലീസുകാർ, വീട്ടിൽ പോലീസുകാർ, ഉള്ളിൽ പോലീസുകാർ, ആകെ പ്രശ്നം, വലിച്ചു വാരിയിട്ടതായിരിക്കുന്ന വീട്. അപ്പോൾ അവൻ ചെന്ന് അനിയത്തിയോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി മോളെ, എന്താ ഉണ്ടായത്, എന്താ ഇവിടെ ആകെ പോലീസുകാരുണ്ടല്ലോ എന്ന്. അപ്പോൾ അവിടെയുള്ളൊരു പോലീസുകാരൻ ചോദിക്കും, നീയാണോ ധ്രുവൻ എന്ന് ചോദിക്കും. അപ്പോൾ പറയാ, ഞാൻ തന്നെയാണ് ധ്രുവൻ. അപ്പോൾ പറയും, നിൻ്റെ അച്ഛന് ഇന്ന് ഈ രാത്രി ഒരു 9:30-10 മണി നേരത്താണ് അവൻ വീട്ടിൽ കയറി വരുന്നത്. അതിന് മുന്നേ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തുള്ള വീട്ടിലാണ്, ഞാൻ പറയാൻ വിട്ടുപോയി, ഒറ്റപ്പെട്ട സ്ഥലമാണ്, മീൻസ് ഒരു കുറേ സ്ഥലത്ത് ശൂന്യമായതുകൊണ്ട് ഒരു ചെറിയ കൂര, ഇതാണ് അവരുടെ വീടായിരുന്നു, അവരുടെ സ്വന്തം എന്ന് പറയാൻ അവനുണ്ടായിരുന്നത്. അവിടെ രാത്രി ഒരു 8:30 നേരത്ത് ആരോ 2 പേര് വന്നു, കടന്നു കയറി. അവരെന്തുകൊണ്ട് വന്നു എന്നൊന്നും അറിയില്ല, കാരണം ഒരുപാട് പൈസയുള്ള വീട്ടുകാരൊന്നുമല്ല. അച്ഛൻ ഉണർന്നിരിക്കുന്ന നേരമായതുകൊണ്ട് അച്ഛൻ അവരെ എതിർക്കാൻ ശ്രമിച്ചു. രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും ഒരാൾ തോക്ക് ചൂണ്ടി അച്ഛനെ വെടിവെച്ച് ആ സ്ഥലത്ത് സ്പോട്ടിൽ അച്ഛനെ കൊന്നിട്ടൊക്കെ എന്തൊക്കെയോ തെരഞ്ഞു ആകെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവനത് കേട്ടപ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ഇളകി പോയ പോലെ, ഭൂമി പോയ പോലെ തോന്നിപ്പോയി. അവൻ തലകറങ്ങിപ്പോയി, അവൻ വീണുപോയി. അവിടെ കുറച്ച് സമയം കഴിഞ്ഞ് അവൻ ഉണർന്നു. യാഥാർത്ഥ്യത്തെ സ്വീകരിക്കാന്നല്ലാതെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതോടെ പഠനം അവസാനിപ്പിച്ചു. ഒരു മെക്കാനിക്കിൻ്റെ കൂടെ അവൻ സഹായിക്കാൻ വേണ്ടി നിന്നു. കാരണം അനിയത്തിയെ പഠിപ്പിക്കാനും വീട്ടിൽ വേണ്ട ആഹാരം ഉണ്ടാക്കാനും അവനല്ലാതെ വേറൊരു സോഴ്സ് ഇല്ലായിരുന്നു. കാറ് കഴുകുക, ആ മെക്കാനിക്കിന് വേണ്ടതൊക്കെ സഹായിച്ചു കൊടുക്കുക, ഗ്രീസ് ക്ലീൻ ചെയ്യുക, അങ്ങനെ ആവുന്ന ജോലി ചെയ്തുകൊണ്ട് അവൻ ശ്രമിച്ചു. പക്ഷേ അനിയത്തിയെ പഠിപ്പിക്കാനും ആഹാരത്തിനും വേണ്ടതായിട്ടുള്ള പൈസ തികയുന്നില്ല. അപ്പോൾ അവൻ ആ മെക്കാനിക്കിൻ്റെ ഓണർ അടുത്ത് പോയി ചോദിക്കുകയാണ്, കുറച്ച് പൈസ കൂട്ടിത്തരുമോ സാറേ, അനിയത്തിയെ പഠിപ്പിക്കാനും ആഹാരത്തിനും വേണ്ടിക്കൊണ്ട് എനിക്ക് തികയ്ക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ അയാൾ പറയും, മോനെ ഇതിനേക്കാൾ കൂടുതൽ പൈസയൊന്നും ഈ ഒരു ജോലിക്ക് തരാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്തേക്ക്, ഞാനൊരു മെക്കാനിക്ക്, ഇപ്പം നമ്മുടെ ഷോപ്പിൽ ഒരു മെക്കാനിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്, ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ആ മെക്കാനിക്കിനൊരു പരീക്ഷ വരുന്നുണ്ട്, നീ അതിൽ പാസ്സാവുകയാണെങ്കിൽ നിന്നെ മെക്കാനിക്കായിട്ട് ഞാൻ എടുക്കാം, എന്നാൽ നിനക്ക് നല്ല സാലറിയും കിട്ടും, നിൻ്റെ ഫ്യൂച്ചറും ഉണ്ടാവുമല്ലോ എന്ന് പറയും. അവൻ ആദ്യം സന്തോഷത്തോടെ പറയും, സാറേ അതിപ്പോൾ എനിക്ക് കുറച്ചൊക്കെ കണ്ട് പഠിച്ചിട്ട് അറിയാം കാറൊക്കെ നന്നാക്കാൻ, അതൊരു ശരിയായിരുന്നില്ല, അവൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് ചാൻസ് കിട്ടാൻ വേണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അയാൾ പറയാം, അത് നല്ല കാര്യമാണ്, വേറെ 3 മെക്കാനിക്സും വരുന്നുണ്ട്, അതിലാരാണോ ആ ടെസ്റ്റിൽ പാസ്സാവുന്നത് അവർക്ക് ഞാൻ ആ ജോലി കൊടുക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ അവൻ തല കറങ്ങിപ്പോയി. കാരണം ആക്ച്വലി അവനൊന്നും അറിഞ്ഞുകൂടാ.
അപ്പോൾ അവൻ ചോദിക്കുക, ആ 3 മെക്കാനിക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല എക്സ്പേർട്സ് ആണോ സാറേ എന്ന് ചോദിക്കും. ആ 8-10 വർഷമൊക്കെ ഫീൽഡുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവൻ ആകെ വിഷമിച്ചിട്ട് പറയും, 8-10 വർഷം ഫീൽഡുള്ള ആളുകളെ ഒരു ടെസ്റ്റ് നടത്തിയാൽ എനിക്ക് തോൽപ്പിക്കാനാവില്ല സാറേ, അത്രയ്ക്കൊന്നും നോളജ് എനിക്കില്ല എന്ന് പറയും. അപ്പോൾ ഇയാളൊരു ബുക്ക് കൊണ്ടു കൊടുത്തിട്ട് പറയും, നോക്ക് ഈ ബുക്കിൽ ഞാൻ ഈ മെക്കാനിക് ആവാൻ വേണ്ടി ഈ ബുക്കിനെ ആധാരമാക്കി പഠിച്ച് സ്വന്തമായി ഡെവലപ്പ് ചെയ്തതാണ്, നീ ഇതും കൊണ്ടുപോയി പഠിച്ചോ, നിനക്ക് പഠിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ പറയും. അവൻ എന്തോ ഒരു നിധി കിട്ടിയ പോലെ, വഴി തുറന്ന് കിട്ടിയ പോലെ. പിന്നത്തെ 3 ആഴ്ച അവൻ ഊണും ഉറക്കവും ജോലി ചെയ്യുമ്പോൾ ഒക്കെ ഓരോ കാറ് വരുമ്പോഴും അതുവരെ അവൻ കാറ് വാഷ് ചെയ്യുമെങ്കിൽ ആ കാറിൻ്റെ ഓരോ പാർട്സും കാണുന്നതൊക്കെ തൊട്ട് നോക്കി മനസ്സിലാക്കി അവൻ കാറുകളെ പഠിക്കുകയായിരുന്നു ആ 3 ആഴ്ചയിൽ. രാത്രി അവൻ ഉറക്കമില്ലായിരുന്നു. ആ ബുക്കിലെല്ലാം സ്റ്റിയറിങ്, ഓരോ സാധനം, ആ കാറിൻ്റെ എഞ്ചിൻ എന്താണ്, എവിടെയാണ് ഏത് ബെയറിംഗ് ഉള്ളത്, എല്ലാം അവൻ കണ്ടു നോക്കി. സ്വപ്നം മുഴുവൻ അവൻ ഉറക്കത്തിൽ പോലും അത് വിളിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ 3 ആഴ്ച അവൻ അതിൻ്റെ ഉള്ളിലാക്കി അവൻ എറിഞ്ഞു എന്ന് പറയാം. അതല്ലാത്തൊരു ലോകം അവനില്ലായിരുന്നു. ആഹാരം കഴിക്കാൻ പോലും അവൻ മറന്നു. ഇതെല്ലാം ചെയ്ത് പഠിച്ച് അവൻ നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് അവൻ വരികയാണ്. അന്നത്തെ എക്സാം ഡേ ആയി. മറ്റു 3 പേരും വരുമ്പോൾ അവരെ കയ്യിൽ ടൂളൊക്കെ കണ്ട് വളരെ കൂളായിട്ട് വരികയാണ്. മറ്റു 3 പേരെ കണ്ടപ്പോൾ ഇവൻ്റെ മനസ്സിനുള്ളിൽ തീ കത്തി. എന്നാലും 4 കാർ നിർത്തിയിട്ടു. അദ്ദേഹം പറഞ്ഞു, ഇവർക്ക് ഇതിലെല്ലാത്തിനും ഒരേ പ്രോബ്ലമാണുള്ളത്, ഈ 4 കാറിനും. ആരാണോ ആദ്യം ഈ കാറിൻ്റെ പ്രോബ്ലം അനലൈസ് ചെയ്ത് ഈ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും ഈ പരീക്ഷ പാസ്സാവുന്നത്. കേട്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. അവൻ വിചാരിച്ചു നോക്കട്ടെ എന്ന്. മറ്റുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അവൻ കണ്ട് കേട്ട് അവൻ്റെ മനസ്സിലതാക്കി പലതും ചെയ്തു. സ്റ്റാർട്ടാക്കാൻ നോക്കി, സ്റ്റാർട്ടാവുന്നില്ല. അപ്പോഴവൻ നോക്കുന്നത് അവൻ്റെ കയ്യിൽ നിറച്ച് കരി. അപ്പോൾ അവൻ ഓർത്തുപോയി, അവൻ പഠിച്ച ബുക്കിൽ ഈ കാറിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ഫിൽറ്ററിൽ നിറച്ചു പൊടി വന്നിട്ടുണ്ടാവും. അപ്പോൾ അവന് പെട്ടെന്ന് പഠിച്ചത് ഓർമ്മ വന്നു. അവൻ ആ ഫിൽറ്റർ എടുത്തു, ക്ലീൻ ചെയ്തതിൽ പൊടിയൊക്കെ മാറ്റി ഇട്ടു. അവൻ സ്റ്റാർട്ടാക്കാൻ അവിടെ വെച്ചതും, അതായത് കീ വെക്കുന്നതും വേറൊരു മെക്കാനിക്ക് കീ സ്റ്റാർട്ടാക്കുന്ന ശബ്ദങ്ങൾ സെയിം ടൈം. അധികം വൈകിയില്ല, 2-3 സെക്കൻഡ്. അയാൾ സ്റ്റാർട്ടാക്കി, ഇവനും സ്റ്റാർട്ടാക്കി, അത്രയേ ഉള്ളൂ. അവൻ സ്റ്റാർട്ടാക്കി. വന്ന ആൾ പരീക്ഷയ്ക്ക് പാസ്സായി. അവന് സങ്കടം സഹിക്കാനായില്ല. അത്രയും പരിശ്രമിച്ചിട്ട് ജയിക്കുമെന്ന വിശ്വാസത്തിൽ സന്തോഷത്തിലിരിക്കുന്ന നിമിഷം ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ചാൻസ് എഴുതിപ്പോയല്ലോ എന്നോർത്ത് അവിടെ പുറത്ത് കൂട്ടിയിട്ട ഒരു പാറകളുണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഒരു മരത്തിന് തണലിരുന്ന് അവൻ കുറേ അങ്ങ് കരഞ്ഞു പോയി, സങ്കടം സഹിക്കുകയ്യാതെ. അവനിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് മെക്കാനിക് ഓണർ പുറത്തേക്ക് വന്നു. അപ്പോൾ ഇരുന്ന് കരയുന്ന കണ്ടപ്പോൾ, എന്ത് പറ്റി മോനെ, എന്തിനായിരുന്നു ഇരുന്ന് കരയുന്നതെന്ന് പറയും. ഒന്നുമില്ല സാറേ, ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് പഠിച്ചു, അത്രയും നന്നായിട്ട് ചെയ്തു, പക്ഷെ എനിക്ക് ഈ ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് പറയാണ്. അവർ ആര് പറഞ്ഞു ഭാഗ്യം ഉണ്ടായില്ല എന്ന്? നാളെ മുതൽ നീ മെക്കാനിക്കായിട്ട് ജോലിക്ക് വാ, ഞാൻ നിന്നെ സെലക്ട് ചെയ്തത് എന്ന്. അത് കേട്ടപ്പോൾ അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. അവൻ പറഞ്ഞു, ഞാൻ പരീക്ഷയിൽ തോറ്റല്ലോ സാറേ, എന്നിട്ട് സാറ് എന്നെ സെലക്ട് ചെയ്തോന്ന്. അപ്പോൾ പറയും, 8-10 വർഷം കൊണ്ട് അവർ പഠിച്ച് ആ കാര്യത്തിന് നേരെടുക്കുന്നതായിട്ടുള്ള കാര്യം 3 ആഴ്ച കൊണ്ട് പഠിച്ച് നീ ഈ കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്തുവെങ്കിൽ അവരെക്കാൾ എത്രയോ എഫിഷ്യൻ്റാണ് നീ എന്നെനിക്ക് മനസ്സിലായി. അവിടെ നിന്നെ മതി എനിക്ക് മെക്കാനിക്കായിട്ട്, വേറെ ആരും വേണ്ട എന്ന്. അവൻ്റെ ലൈഫിൽ സന്തോഷം മറന്നുപോയി. ആവശ്യത്തിനുള്ള ധനമായി. പതിയെ അവൻ സ്വന്തമായിട്ടുള്ളൊരു മെക്കാനിക്കൽ ഷോപ്പ് തുടങ്ങി. അവനൊരു ബിസിനസ് ശൃംഖലയ്ക്ക് അധികാരിയായി. ഇന്ന് സന്തോഷത്തോടെ തൻ്റെ ഫാമിലിക്കൊപ്പം അനിയത്തിയുടെ ലൈഫിനെ സെറ്റാക്കിക്കൊണ്ട് ഹാപ്പിയസ്റ്റായിട്ട് ജീവിക്കുന്നൊരു പേഴ്സണാലിറ്റിയാണ്. 3 ആഴ്ച ത്രോ യുവർ സെൽഫ് ഇൻ ടു ഇറ്റ്. എന്ത് കാര്യമാണോ നിങ്ങൾക്ക് നേടണം എന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നത്, ആ കാര്യത്തിലേക്ക് രാവ് നോക്കാതെ, പകല് നോക്കാതെ, വിശ്രമം നോക്കാതെ, സന്തോഷം നോക്കാതെ, എല്ലാ കാര്യങ്ങളും ത്യജിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ എറിയാമെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം യഥാർത്ഥമായിരിക്കുന്ന സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സും ബുദ്ധിയും സംസ്കാരവും സങ്കല്പവും ശ്വാസവും ഉറക്കവും സന്തോഷവും എല്ലാം സമർപ്പിച്ച് നിങ്ങളുടെ ലൈഫിലെ ഏതെങ്കിലും ഒരു കാര്യം ലക്ഷ്യം വെക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ടുമാവില്ല. അങ്ങനെ തെരഞ്ഞെടുത്ത മേഖലകളിൽ സ്വയം അവനവനെ എറിഞ്ഞ് അതിൽ മുങ്ങിയവരാണ് ഇന്ന് ലോകത്തെ 1% ആളുകൾ. അവരവരുടെ ജീവിതത്തിൽ ആനന്ദവും സമൃദ്ധിയും ധനവും നല്ല ബന്ധങ്ങളും എല്ലാം ഉണ്ടാക്കാൻ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് അവർക്ക് കിട്ടും. അതുകൊണ്ട് ജീവിതത്തിൽ ലക്ഷ്യം നേടാനുള്ള യാത്രയിൽ പോകുമ്പോൾ ബൈ പ്രൊഡക്റ്റുകളിൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് ബന്ധങ്ങൾ നിറവേറ്റാൻ വേണ്ടി സമയം വേണം, എനിക്ക് റിലാക്സ് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല,
എനിക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലേ, സന്തോഷിക്കാതിരിക്കാൻ പറ്റില്ല, ഇന്നത്തെ ദിവസമാണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയുള്ള 100 കാരണങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങളെ ആ ലക്ഷ്യത്തിലേക്ക് വലിച്ചെറിയൂ. എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.